ഡ്രൈവിംഗ് സോൺ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആർദ്ര. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. പക്ഷെ വണ്ടി ഓടിക്കാനൊരു കോൺഫിഡൻസ് കുറവുപോലെ. ഉദയൻ സാറിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഉദയൻ സാറിൻ്റെ കീഴിൽ വണ്ടി പഠിക്കാൻ വേണ്ടി വന്നിട്ടാണ്. കോൺഫിഡൻസ് കിട്ടുമെന്ന പ്രതീക്ഷയോട് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നിട്ടാണ്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ അല്ലേ? കൈ വെച്ച് ഒന്ന് നീട്ടി പിടിച്ച് നോക്കി. ഓക്കെ ആണ്. ഇനി സീറ്റ് ബെൽറ്റ് ഇടാം. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് വണ്ടി ബ്രേക്കും ക്ലച്ചും ചവിട്ടി സ്റ്റാർട്ട് ചെയ്തോളും. പിന്നെ ഒന്നാമത്തെ ഗിയർ ഇട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ, ഹാൻഡ് ബ്രേക്ക് താഴ്ത്താം. പോട്ടെ. ബാക്കിലൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മെല്ലെ എക്സെപ്റ്റ് കൊടുത്തുകൊണ്ട് ക്ലച്ച് ആവശ്യത്തിനുള്ള രീതിയിൽ റിലീസ് ചെയ്യണം. മെല്ലെ മെല്ലെ. നിർബന്ധമായിട്ട് നോക്കണ്ട ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ, ഈ റോഡിലൂടെ വണ്ടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു കാരണവശാലും റോഡിലേക്ക് കയറരുത്. അവർക്കാണ് പ്രാധാന്യം കൂടുതൽ. എക്സെപ്റ്റിൽ കാല് വെച്ച് എന്നിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ക്ലച്ച് മെല്ലെ പകുതി വരിക. അപ്പോഴാണ് വണ്ടി പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സെപ്റ്റർ കൂടി കൊടുത്തുകൊണ്ട് മെല്ലെ ഒന്ന് ക്ലച്ച് മെല്ലെ മെല്ലെ ക്ലച്ച് മേലോട്ട് പോവുക. അത് പെട്ടെന്ന് വിട്ടാൽ ഓഫാകാൻ സാധ്യതയുണ്ട്, സ്പീഡ് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വിടണം നമ്മൾ ശ്രദ്ധിച്ച് അതിൽ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്തത് മെല്ലെ മെല്ലെ ഇങ്ങോട്ട് പോവാം. എന്നിട്ട് ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിച്ച് എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടത് ഓഫായിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ. കുറച്ചും കൂടി 20 സ്പീഡാകുമ്പോൾ കുറച്ചും കൂടി സ്പീഡപ്പ് കൂട്ടെ. 20 ആകുമ്പോൾ രണ്ടാമത്തെ ഗിയർ ഇട്ട് എന്നിട്ട് അപ്പം തന്നെ ക്ലച്ച് വിടാം. എന്നിട്ട് എക്സെറ്റർ കൊടുത്തോളൂ. ഏകദേശം 30 സ്പീഡാകുമ്പോൾ മൂന്നാമത്തെ ഗിയർ ഇട്ടോളൂ. സ്റ്റെയറിങ് നിർബന്ധമായും മുറുക്കെ പിടിക്കണം. അപ്പം സ്റ്റെയറിങ്ങിലാണ് ഇമ്പോർട്ടൻ്റ് കൂടുതൽ. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ഗിയർ നോക്കാൻ പാടില്ല. സ്റ്റെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പാടില്ല. വളരെ ഭംഗിയായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 40 സ്പീഡായില്ലേ, മെല്ലെ വണ്ടി നാലാമത്തെ ഗിയർ ഇട്ടു, 4th ഗിയർ ഇട്ട് നേരെ താഴോട്ട് സ്ട്രൈറ്റ് ആയിട്ട്. ഓക്കെ. കൊടുത്തോളൂ. 40 സ്പീഡിൽ ആകുമ്പോഴാണ് നാലാമത്തെ ഇട്ടത്, അതുകൊണ്ട് എക്സെപ്റ്റർ ചെറുതായിട്ട് കൊടുക്കണം. ചെറുതായിട്ട് കൊടുത്തുകൊണ്ട് പോട്ടെ. പിന്നെ അവിടെ ഒരു ഹമ്പ് വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം, വീണ്ടും ബ്രേക്കിൽ ചെറുതായിട്ട് സ്ലോ ആക്കുക. ബ്രേക്ക് സഡൻ ബ്രേക്ക് ആവരുത്. നേരെ 4-ന്ന് 2-ലേക്ക് വന്നു ക്ലച്ച് ഓട്ടിട്ട്. ഓക്കെ. ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യുക, ബ്രേക്ക് വിടുക, ചെറുതായിട്ട് എക്സെപ്റ്റർ കൊടുത്തുകൊണ്ട് പോവുക. ഓക്കെ. ചെറിയൊരു ഹമ്പ്, ചെറിയ രീതിയിലൊരു 4 ഹമ്പുകളാണുള്ളത്. അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെ കയറ്റത്തിൽ ചെറിയ ഹമ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് വേണ്ട, അവിടെ എക്സെപ്റ്റർ കുറച്ചാൽ വണ്ടി സ്ലോ ആയി നോക്കുക. എന്നിട്ട് ഹമ്പ് കയറാൻ തുടങ്ങുമ്പോൾ എക്സെപ്റ്റർ കൊടുക്കുകയും വേണം. കൊടുത്തോളൂ. ഓക്കെ. ഇത് കുറച്ച് ഇറക്കമായതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഗിയറിൽ വരാം. ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് രണ്ടാമത്തെ ഗിയർ ഇടാം കേട്ടോ. ക്ലച്ച് വിടുക, പെട്ടെന്ന് 2 ഇടാം, ക്ലച്ച് വിടുക. അപ്പോൾ അതിലൊരു എഞ്ചിൻ ബ്രേക്ക് പോലെ കിട്ടും. അപ്പം നമുക്ക് ബ്രേക്ക് അധികം ഉപയോഗിക്കാത്ത രീതിയിൽ ഗിയർ കൺട്രോൾ ചെയ്യും. ഇനിയിപ്പം നമുക്ക് ജംഗ്ഷൻ എത്തുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. പോട്ടെ. അവിടം വരെ പോയിക്കോ അതേ രീതിയിൽ, ഇതേ ഗിയറിൽ. എന്നിട്ട് അവിടെ നിന്ന് മെല്ലെ ബ്രേക്കിൽ കാല് വരിക, സ്ലോ ചെയ്യുക. എന്നിട്ട് ക്ലച്ച് അതിൻ്റെ കൂടെ താഴ്ത്തണം. ഒന്നാമത്തെ ഗിയർ ഇട്ട് വന്നിട്ട് വേഗം അത് ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന പോലെ എടുക്കുക. മെല്ലെ മെല്ലെ തിരിയട്ടെ, സ്റ്റെയറിങ് തിരിയട്ടെ. പോട്ടെ. ക്ലച്ച് റിലീസ് ചെയ്തോ. സ്റ്റെയറിങ് ലെവലായിക്കൊണ്ട് പോവാ. പോട്ടെ. എക്സെറ്റ് കൊടുത്തോ, ലെവലാക്കി സ്റ്റെയറിങ്. ഓക്കെ. ഓക്കെ. രണ്ടാമത്തെ ഗിയറിൽ വരിക, മൂന്നാമത്തെ ഗിയർ. ഓക്കെ. നാലാമത്തെ. ഓക്കെ. ഇനി നമുക്ക് ആ ഒരു ലെഫ്റ്റിലെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ലെഫ്റ്റ് മിററിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ലൈൻസ് കാണാം.
അതേപോലെ റൈറ്റ് മിറർ നോക്കിയാൽ റൈറ്റ് സൈഡിലുള്ള മിററിലുള്ള ലൈൻസ് കാണാം. അപ്പം നമ്മൾ എവിടെയാണ് വണ്ടി ഏത് രീതിയിലാണ് പോകുന്നതെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ഓട്ടെ. ഇപ്പം ഇത് കയറ്റം വന്ന് വണ്ടി സ്ലോ ആവുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ 4-ന്ന് 3-ലേക്ക് വരിക. 3-ാമത്തെ ഗിയർ ഇട്ടോ കേട്ടോ. ഓട്ടെ ഓട്ടെ. ലെഫ്റ്റ് മിറർ ശ്രദ്ധിച്ച് നമ്മൾ എവിടെയാണ് ഉള്ളത് ഒന്ന് ജസ്റ്റ് മിറർ തന്നെ നോക്കരുത്. അപ്പോൾ വണ്ടി വേറെ എവിടെയെങ്കിലും പോകും, അത് ശ്രദ്ധിക്കണം. ജസ്റ്റ് നോക്കാനേ പാടുള്ളൂ. അല്ലേ, എക്സെപ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് മെല്ലെ 4-ാമത്തേലേക്ക് വന്നു. സ്റ്റെയറിംഗ് കറക്റ്റ് പിടിക്കുക. താഴെ പോകുന്നുണ്ട് ലെവൽ. 4 ഇട്ട് വിട്ടെ. ക്ലച്ച് വിട്ട് ചെറിയൊരു ഇറക്കമല്ലേ, അപ്പോൾ സ്പീഡ് കൂടുന്നുണ്ട്. ബ്രേക്കിലേക്ക് വന്നാൽ ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്. ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടി ഉണ്ടെങ്കിൽ സ്ലോ ചെയ്യണം. നമ്മളാണ് സ്ലോ ചെയ്യേണ്ടത്. അവർ കയറിക്കഴിഞ്ഞ് നമ്മളെ ഭാഗത്തേക്ക് വരും. ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഒരു പകുതി ഭാഗം കഴിഞ്ഞ് കയറി പോകുമ്പോഴാണ് നമ്മൾ സ്ലോ ചെയ്യേണ്ടത്. എന്തിനാണ് സ്ലോ ചെയ്യുന്നത്? അവർ കയറി പോകുന്നതാണല്ലോ. അപ്പം നമ്മൾ പിന്നിൽ വണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സ്ലോ ചെയ്യേണ്ടതില്ല. അത് അവർക്ക് ബുദ്ധിമുട്ടാവും, അവർക്ക് കഷ്ടമായി തോന്നും. താഴെ പോകുന്നുണ്ട്, റോഡും താഴെ പോകുന്നുണ്ട്, ശ്രദ്ധിക്കാൻ. പോട്ടെ പോട്ടെ. എക്സിറ്റ് കൊടുത്തോളൂ. പോട്ടെ പോട്ടെ പോട്ടെ. എക്സിറ്റ് കൊടുത്തോളൂ. സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ 3-ലേക്ക് വരാം. സ്റ്റെയറിംഗ് ലെവൽ. ഓക്കെ. നമ്മൾ 40 സ്പീഡ് കാണുന്ന ഒരു സിഗ്നൽ ബോർഡില്ലേ, അത് കഴിഞ്ഞ് നിർത്തണം നമുക്ക്. അപ്പം എന്ത് ചെയ്യണം? ആദ്യം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഓക്കെ. ബ്രേക്കിൽ കാലുക. ലെഫ്റ്റിലേക്ക് വാ. റോഡിന് താഴെ ഇറങ്ങട്ടെ. ക്ലച്ചിൽ കാല് വെച്ചു. ക്ലച്ച് താഴ്ത്തുള്ളൂ കേട്ടോ. ലെവൽ മതി. ബസ് സ്റ്റോപ്പിൽ നിർത്തല്ല. ബസ് സ്റ്റോപ്പിൽ ബസ് മാത്രമേ നിർത്താൻ പാടുള്ളൂ. ഓക്കെ. ന്യൂട്രൽ ചെയ്തേ, ഓഫ് ചെയ്തേ, ഹാൻഡ് ബ്രേക്ക്. ഓക്കെ. എൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.